എനിക്ക് ഒരു അനുഭവമുണ്ട്. ഒരു തീവണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. അയാൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. പണമില്ലാതെയായി, ദുഃഖിതനായി, നാട്ടിൽ നിൽക്കാൻ കഴിയാതെയായി, കരയുന്നു, പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ തൊട്ട് എതിരിൽ വേറൊരു യാത്രക്കാരൻ ഇദ്ദേഹത്തിൻ്റെ വൈകാരിക ഭാവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ആ നിസ്സംഗനായിട്ടിരിക്കുന്ന അദ്ദേഹം നമ്മുടെ കഥാപാത്രത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ തകർന്നവനാണ്. എൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ബിസിനസ് തകർന്നുപോയി, നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ നാട് വിടുകയാണ്. എന്നിട്ട് അദ്ദേഹം ഈ എതിർഭാഗത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, താങ്കൾ ഭാഗ്യവാനാണ് അല്ലേ? താങ്കൾ ജീവിതത്തിൽ വിജയിച്ച ആളാണ്, താങ്കളുടെ ചിരി കണ്ടാൽ അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, അല്ല, ഞാൻ നിങ്ങളെക്കാൾ തകർന്നവനാണ്. നിങ്ങൾക്ക് വ്യവസായം നഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് എൻ്റെ വ്യവസായം നഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ചു പോയി, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അയ്യോ, അത്ഭുതമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെ നിസ്സംഗനായിട്ട് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഉപദേശം തരാം. തകർച്ചയിൽ ഒരിക്കലും ദുഃഖിക്കരുത്. ഏത് തകർച്ചയെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ്? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, സഹയാത്രികൻ പറഞ്ഞു, കൃത്യസമയത്ത് ചാടിയാൽ മുകളിലുള്ളതിൽ പിടിക്കാൻ സാധിക്കും. അതെങ്ങനെ? കൃത്യസമയത്ത് അങ്ങ് എങ്ങനെ തിരിച്ചറിയുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, കീപ്പ് ഓൺ ജമ്പിങ്, കീപ്പ് ഓൺ ജമ്പിങ്. ചാടിക്കൊണ്ടേയിരിക്കുക, ഒരിക്കൽ പിടിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്, കീപ്പ് ഓൺ ജമ്പിങ്. കാരണം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. ഒരു ആളിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ, അവർ വോട്ട് കൊടുത്താണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സൃഷ്ടിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താണ്. അനേകം ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ്. അങ്ങനെയാണ് നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ നേതാവ് ഭരണാധികാരി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും തനിക്ക് വോട്ട് ചെയ്തവരെല്ലാം പ്രജകളുമാണെന്ന് വിചാരിച്ചാൽ അവിടെ ജനാധിപത്യം പരാജയപ്പെടും. വി ഡി സതീശൻ അങ്ങനെ ഒരാളല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ ഞാൻ വന്നത്. ഞാൻ രാജാവാണ്, ഞാൻ കേരളത്തിലെ രാജാവാണ്, ബാക്കി എല്ലാവരും എൻ്റെ പ്രജകൾ എന്ന് വിചാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായാൽ നമുക്ക് വളരെയേറെ ദുഃഖിക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നേതാവും ഒരു മന്ത്രിയും രാജാവല്ല. 1914 ഒക്ടോബർ 31 1914 ഒക്ടോബർ 31 അതായത് ഏകദേശം 86 26 അത്രയും വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്ത് മന്നത്ത് വീട്ടിൽ പത്മനാഭപിള്ള എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ 10-14 സ്നേഹിതരുമായി ചേർന്ന് ഒരു നിലവിളക്ക് കൊളുത്തി. അദ്ദേഹത്തിൻ്റെ മന്നത്ത് പത്മനാഭപിള്ളയുടെ, അന്ന് പത്മനാഭപിള്ളയാണ്, പത്മനാഭപിള്ളയുടെ അമ്മ കൊളുത്തിയ നിലവിളക്കിന് ചുറ്റും നിന്ന് അഗ്നിയിലേക്ക് കൈകൾ നീട്ടി പ്രതിജ്ഞ ചെയ്തു. എന്താണ്? നമ്മൾ നായർ സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ കൂട്ടത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനും ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അപ്പോൾ ഒരു വർഗീയതയുടെ ചിഹ്നമായിട്ടല്ല നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയത്. ആ സംഘടനയ്ക്ക് മന്നത്ത് പേര് നായർ ഭൃത്യജന സംഘം എന്നാണ്. നായർ ഭൃത്യജന സംഘം. ഈ നായർ ഭൃത്യജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി ആയി മാറിയത്.
അപ്പം ഈ നായർ ഭക്തജന സംഘം ആയി തുടങ്ങിയ ആ സംഘടന ഇപ്പോൾ എന്തവസ്ഥയിലാണ്? അവിടെ കസേരയിലിരിക്കുന്ന ഉന്നതൻ നായർ സമുദായത്തിലെ ഭൃത്യനായിട്ടാണോ പെരുമാറുന്നത്? അല്ല, രാജാവായിട്ടാണ്. കാരണം നമ്മുടെ സാമൂഹ്യ കക്ഷികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പരാജയം ഇതാണ്.